പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ സ്പീക്കർ കണ്ടർ പഴയ ഈ ക്ലിപ്പ് ടൈപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ടൈപ്പ് കണ്ടർ എപ്പോഴും കംപ്ലൈൻറ്റ് വരുന്നത് സ്വാഭാവികമാണ്. നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരുവിധം ക്ലിപ്പുകളൊക്കെ കംപ്ലൈൻറ്റ് വരുന്ന ടൈപ്പ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. നമ്മൾ കുറച്ച് തടിയുള്ള വയറാണ് വെച്ചതെങ്കിൽ അതിനകത്തോട്ട് ഇടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള സ്പ്രിങ് തള്ളിപ്പോവും, ഈ ക്ലിപ്പ് പൊട്ടിപ്പോകും, അങ്ങനെ എല്ലാവിധ തരത്തിലും അത് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാണ് ആംപ്ലിഫയർ. ഇത് നമ്മളെ ഫ്രണ്ട് പാനൽ മാറ്റി ചെയ്തതാണ്. അതായത് ഇതിൻ്റെ പഴയ ഫ്രണ്ട് പാനൽ ഒരു വളരെ ലോക്കൽ ടൈപ്പ് ആയിരുന്നു. അപ്പോൾ അത് മാറ്റി ചെയ്തതിന് ശേഷമാണ് ഈ ക്ലിപ്പിൻ്റെ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് പാനൽ മാറ്റുന്നത് ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഐഡിയ, ഈ ഒരു ആവശ്യം ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. അപ്പോൾ അതിന് വളരെ സിമ്പിളാണ് പരിഹാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇതുപോലെ ആ ഫ്രണ്ട് ബാക്ക് പാനലിൻ്റെ സ്പീക്കർ ഏരിയ നമുക്ക് ഇതുപോലുള്ള ഒരു ആക്രിലിക് ഷീറ്റ് വെച്ചിട്ട് നമുക്ക് മാറ്റി ചെയ്യാം. ഈ ഷീറ്റ് വെച്ച് മാറ്റി ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാനുള്ളത് ഇതിനകത്ത് ബനാന സോക്കറ്റാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇത് ഈ ടൈപ്പ് ആംപ്ലിഫയറിൽ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ആ ബനാന സോക്കറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ടൈപ്പ് ഒരു പീസ് എടുത്തിട്ട്, അതായത് ഇതൊരു 6 ഇഞ്ച് സൈസാണ്. അപ്പോൾ 6 ഇഞ്ചിലാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ സൂട്ടാവും. അപ്പോൾ അവിടെ കവറായത് കണ്ടില്ലേ. അപ്പോൾ സൂട്ടാകുമ്പോൾ അവിടെ നമുക്ക് ഈ സ്പേസുകളിലല്ലോ ഇതാണ്ട് ഊരി കളഞ്ഞാൽ ആ സ്പേസുകൾ അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ച് കവർ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. അപ്പം അതിൽ ആ പാനലിൻ്റെ മുകളിൽ, അതായത് ബാക്കിലെ പീസുമ ഫിറ്റ് ചെയ്യാൻ ഒരു 12 ബാലൻസ് ഔട്ട് വാങ്ങിയിട്ട്, അതായത് ഒരു 6 ബ്ലാക്കും ഒരു 6 കളറും. അപ്പോൾ കളർ എന്ന് ഉദ്ദേശിച്ച് ഒരു സെപ്പറേഷൻ ഉണ്ടായിക്കോട്ടെ, നമുക്ക് വേണമെങ്കിൽ 6 സെപ്പറേറ്റ് കളർ എടുക്കാം. നിലവിൽ ഞാൻ എടുക്കാൻ പോയപ്പോൾ അവിടെ ഇതില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 യെല്ലോ എടുത്തിട്ടുണ്ട്, 2 ബ്ലൂ എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനും ഒരു റെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്, ഇത് രണ്ടാണ് സറൗണ്ട്, സബും സെൻറ്ററും. അപ്പോൾ ഇത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇതിന് വേണ്ട രീതിയിൽ ഞാനിവിടെ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് കാണാൻ പറ്റുന്ന നോക്കുക. ഈ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് 6 എണ്ണം വെക്കാനുള്ള മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 എണ്ണം വെക്കാനുള്ള ആ ഹോൾസ് ഇട്ടതിന് ശേഷം നമുക്കിവിടെ സ്ക്രൂഡ് 4 ഹോൾസും കൂടി ഇതിനിട്ടിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തോടെ ഫിറ്റ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഇനി അവിടെ വീഡിയോ കാണണമെന്നില്ലല്ലോ, സംഗതി മനസ്സിലായില്ലേ. എന്നാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് ഫിറ്റിംഗ് എന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഡ്രില്ല് വെച്ച് അടിച്ച് തുളച്ചു. ഇത് നമ്മൾ തുളയ്ക്കുമ്പോൾ ഈ രീതിയിൽ ഇത് കയറാനുള്ള രൂപത്തിലുള്ള സൈസിലാണ് ഈ ഹോൾസ് ഉണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ, നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യുന്നതാണെങ്കിൽ ഒന്നുകിൽ സ്റ്റിക്കർ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഇതുപോലെ മാർക്ക് ചെയ്യാം. റൈറ്റ് ലെഫ്റ്റ് സെൻറ്റർ, സറൗണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സബ്. അപ്പം നോക്കും മൊത്തത്തിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പഴയ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വളരെ മെച്ചമായിരിക്കും. ഇത് ഫിറ്റ് ചെയ്താൽ വളരെ വെറൈറ്റി ലുക്കും ആയിരിക്കും. എല്ലാം റെഡ് എടുത്താൽ സ്റ്റാൻഡേർഡ് ഒരു ലുക്കായി. അതായത് റെഡ് ആൻഡ് ബ്ലാക്ക് എല്ലാ ചാനലും നമ്മളതിൻ്റെ കാര്യങ്ങൾ ഇവിടെ മാർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഏതാണ് ചാനലിൽ നിന്നുള്ളത്. ഇതിന് മുമ്പ് ഇത് എടുത്തപ്പോൾ ഈ ചാനൽ മാർക്കിംഗ് ഇല്ലായിരുന്നു. ഇത് പിന്നീട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പല കളറിൽ കൊടുത്തയച്ചത്. അപ്പോൾ നെക്സ്റ്റ് ഇത് ഇവിടെ വെക്കണമെങ്കിൽ നമുക്കിവിടെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യാനുള്ള മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സ്പീക്കർ സോക്കറ്റ്സ് ഒക്കെ കൊണ്ട് അയച്ച് മാറ്റിയിട്ട് നമ്മളിവിടെ കട്ട് ചെയ്യുക, ഇതിവിടെ സ്ക്രൂ ചെയ്യുക. ആ ഒരു പണി കൂടെ ബാക്കിയുള്ളൂ. ഏറ്റവും സമയമെടുത്തൊരു ടാസ്ക് ഇതായിരുന്നു, ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പീസ് സ്പീക്കർ ഉണ്ടായിരുന്ന അതിൻ്റെ ആ ഉള്ളിലെ പീസ് മാത്രമാണ് കട്ട് ചെയ്തപ്പോൾ തന്നെ സംഗതി സെറ്റാണ്. ജസ്റ്റ് ഇവിടെ അത് കറക്റ്റ് ആണോ സീറ്റിംഗ് ആണോ നോക്കിയാൽ നമുക്ക് കാണാം വളരെ പെർഫെക്റ്റ് ആണ്. നോക്കിയാൽ കറക്റ്റല്ല. അപ്പം നമ്മൾ സോൾഡറിങ് മൊത്തം കഴിഞ്ഞു. ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ ചെയ്യണമെങ്കിൽ ഒരുപാട് ബ്രില്യൻസോ ഭയങ്കര ഇൻ്റലിജൻസോ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് ആ സൈസ് കട്ട് ചെയ്തുണ്ടാക്കി, അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടുകയാണ് അത് വാങ്ങിയിട്ട് ജസ്റ്റ് അവിടെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ഈ പറഞ്ഞ പോലെ ഹോൾസൊക്കെ ഇട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക എന്നുള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ അത് നല്ല രീതിയിൽ നല്ല അപ്ഡേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ ആകെ വെറൈറ്റി അല്ലേ. നേരത്തെ കാണുന്നതും ഇപ്പോൾ കാണുന്നത് തമ്മിൽ വളരെ വെറൈറ്റിയാണ് സാധനം. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.